വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. നമ്മൾ ബാലരാമപുരത്തെ ആ കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. നേരത്തെ നമ്മൾ അവിടെ ജോൾസനെ കസ്റ്റഡിയിലെടുക്കുന്നത് കണ്ടതാണല്ലോ. അയാളുടെ പേര് പ്രദീപ് എന്നാണ്. നാട്ടിൽ അയാൾ അറിയപ്പെടുന്നത് മുട്ടസ്വാമി എന്നാണ്. തിരുവനന്തപുരം കരിക്കകം സ്വദേശിയാണ്. ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വിവരങ്ങളുമായി കമലേഷ് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. കമലേഷ്, ഈ പ്രദീപ് അഥവാ മുട്ടസ്വാമി, നാട്ടിൽ ഇങ്ങനെയാണല്ലോ അയാൾ അറിയപ്പെടുന്നത്, അയാൾ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. പോലീസ് നൽകുന്ന മറ്റു വിവരങ്ങൾ എന്താണ്? മനു അല്പസമയത്തിന് മുൻപാണ് ഈ മുട്ടസ്വാമി എന്ന് പറയുന്ന പ്രദീപിനെ പോലീസ് ഇവിടെ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇത് ഈ പ്രതിയുടെ, അതായത് ഈ ഹരികുമാറിന്റെ മൊഴിയുമായി ബന്ധപ്പെട്ടാണ്. ഇത്തരത്തിലുള്ളൊരു മൊഴിയാണ് ഈ പ്രദീപിന്റെ സഹായം ഈ കൊലപാതകത്തിന് അല്ലെങ്കിൽ അതിലേക്ക് വഴിതെളിച്ചു എന്ന തരത്തിലുള്ള ഒരു മൊഴി ഈ പ്രതി ഹരികുമാർ പോലീസിന് നൽകിയതായാണ് വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദീപിനെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇയാൾ, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ശ്രീധുവിന്റെ ഗുരുവാണ് ഇയാൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇയാൾ മറ്റ് കാര്യങ്ങളൊക്കെ, ചില പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ജ്യോത്സ്യനാണ് എന്നും പറയുന്നുണ്ട്. ആ നിലയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ്. അയാൾ ജ്യോത്സ്യനാണ്. അത് മാത്രമല്ല, ഈ ശ്രീധുവുമായി ഇയാൾക്ക് മറ്റ് സാമ്പത്തിക ഇടപാടുകൾ അടക്കം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ഒരു വിവരം. 30 ലക്ഷം രൂപ ഈ ശ്രീധുവിൽ നിന്ന് ഇയാൾ കൈപ്പറ്റിയിട്ടുണ്ട്. ചില സ്ഥലത്തിൻ്റെതായ ചില ഇടപാടുകളുമായി ബന്ധപ്പെട്ട് 30 ലക്ഷം രൂപ ശ്രീധുവിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഈ കുടുംബവുമായും ഇയാൾക്ക്, ഈ പ്രദീപ് എന്നയാൾക്ക് ബന്ധമുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ. ദേവിദാസൻ എന്നൊക്കെ ഇയാൾക്ക് പേരുണ്ടല്ലേ? ഏതെങ്കിലും തരത്തിലുള്ള ഇയാൾ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ദേവിദാസൻ എന്നായിരുന്നു എന്ന് കേൾക്കുന്നു കമലേഷ്. മനു, അതെ, ആ നിലയിലാണ് ഇപ്പോൾ അയാൾ അറിയപ്പെടുന്നത് എന്നാണ്. ഈ കരിക്കകത്ത് ദേവിദാസൻ എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇയാൾ മുട്ടസ്വാമി എന്ന് വിളിക്കുന്ന പ്രദീപ് എന്നതാണ് ഇയാളുടെ യഥാർത്ഥ പേര് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും ഈ നിലയിലുള്ള ചില ബന്ധം ഈ പ്രതിയുമായും അതുപോലെ തന്നെ ഈ ശ്രീധുവുമായും ഈ പ്രദീപിന് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രാഥമികമായി നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇത് ഈ കൊലപാതകത്തിലേക്കുള്ള ഏതെങ്കിലും ഒരു വഴി ഇയാളിലൂടെയാണോ